ദീപക് ഒരു കോൾ എനിക്ക് ചെയ്തിരുന്നുവെങ്കിൽ ദീപക്കിന്റെ ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഇവൾക്കെതിരെ കേസെടുപ്പിക്കുവാനും ഇവളെ ഇപ്പൊ റിമാൻഡ് ചെയ്തതുപോലെ റിമാൻഡ് ചെയ്യിക്കാനുള്ള സാഹചര്യവും കഴിവും എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മരണ വാർത്ത അറിയുന്നത്. ഇവിടെ ഇതുപോലുള്ള പുരുഷന്മാര് അവർക്ക് പറയാൻ ഒരു സ്ഥലം വേണം. ദീപക്കിന് പോയി പറയാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ഒരു മെൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും. ഇത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല എന്നും, കാര്യം ഒരു പെൺകുട്ടിയാണ് വീഡിയോ എടുത്തിട്ടത്, ഒരു യുവതി വീഡിയോ എടുത്തിടുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്രമാത്രം പോകുന്നു എന്നുള്ളതും, ഇയാൾക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പെട്ടെന്ന് ഒരു മിനിറ്റിൽ തോന്നുന്ന ഒരു അവിവേകമാണ് ഈ കാണിച്ചത്. അപ്പൊ ഈ ഒരു മെൻസ് കമ്മീഷനോ മറ്റുള്ള സാഹചര്യങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന് അവിടെ പോയി പറഞ്ഞ് നീതി ഉറപ്പിക്കാമായിരുന്നു.